ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാർക്കോ. ഈ ചിത്രം മലയാളത്തിലെ ആക്ഷൻ സിനിമകളിലെ ഒരു നാഴികക്കല്ലായി തന്നെ മാറുമെന്ന് തന്നെ പറയാം. മികച്ച തിയേറ്റർ അനുഭവമാണ് ഒരു ആക്ഷൻ സിനിമാ പ്രേമിക്ക് ചിത്രം നൽകുന്നത്. ഹോളിവുഡിലും മറ്റും കണ്ടിട്ടുള്ള വയലൻ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇന്ത്യൻ സിനിമയുടെ മറുപടിയാണ് മാർക്കോ എന്ന് നിസ്സംശയം പറയാം. അണിയറ പ്രവർത്തകരുടെ മോസ്റ്റ് വയലൻ്റ് ഫിലിം എന്ന അവകാശവാദത്തോട് 100% നീതി പുലർത്തുന്നതായിരുന്നു മാർക്കോ നൽകുന്ന തിയേറ്റർ അനുഭവം. താരത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും ലോകത്തേക്കാണ് കാഴ്ചക്കാരെ ഹനീഫ് അദേനി തുടക്കം മുതൽ തന്നെ കൊണ്ടുപോകുന്നത്. ഓരോ സീനും കഴിയുമ്പോഴും അതിലെ വലിയ വയലൻസ് ഒന്നും ഇനി വരാൻ പോകില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലും വയലൻ്റായ സീനുകൾ നൽകുന്നതായിരുന്നു മാർക്കോയുടെ തിയേറ്റർ അനുഭവം. ഒരു മലയാളം റേറ്റഡ് ചിത്രത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമോ അതിലും ഒരുപടി മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് മാർക്കോ. രവി ബസ്രൂരിൻ്റെ മികച്ച പശ്ചാത്തല സംഗീതവും കൂടിച്ചേരുമ്പോൾ മലയാളത്തിൽ ഇന്നുവരെ വന്നതിൽ എണ്ണം പറഞ്ഞ ഒരു മാസ് വയലൻ്റ് ആക്ഷൻ സിനിമകളിലൊന്നായി മാറാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടാട്ട് കുടുംബത്തിലെ കാഴ്ചവൈകല്യമുള്ള ഇളയ സഹോദരൻ ക്രൂരമായി കൊല്ലപ്പെടുന്നതും അത് അന്വേഷിക്കാനും പ്രതികാരം ചെയ്യാനും കുടുംബത്തിലെ ദത്തുപുത്രനായ മാർക്കോ എത്തുന്നതുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു കൊലപാതകം അന്വേഷിക്കുന്നതിൽ നിന്ന് വിശ്വാസവഞ്ചനയുടെയും ചതിയുടെയും ചുരുളഴിയുന്നതോടെ സിനിമാ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട് ഈ സിനിമ. സ്ഥിരം മാസ് റിവഞ്ച് ചിത്രങ്ങളുടെ രീതിയിലുള്ള കഥാതന്തു തന്നെയാണ് മാർക്കോയിലും പിന്തുടരുന്നതെങ്കിലും അത് മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിൽ ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാർക്കോയെ വ്യത്യസ്തമാക്കുന്നത്. 10-ലധികം വരുന്ന ഫൈറ്റ് സീക്വൻസുകൾ പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വെച്ച അണിയറ പ്രവർത്തകരെയാണ് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത്. ആക്ഷൻ സീക്വൻസുകളാണ് ചിത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഘടകം. ചിത്രത്തിലുള്ള സ്റ്റെയർകേസ് ഫൈറ്റ്, ക്ലൈമാക്സിലുള്ള ഫൈറ്റ്, ഇൻ്റർവൽ സീക്വൻസ് എന്നിവയെല്ലാം ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ഒരു ട്രീറ്റ് തന്നെയാണ്. മാർക്കോയായി എത്തുന്ന ഉണ്ണിമുകുന്ദൻ്റെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് ഈ സിനിമയിലുടനീളം കാണാനാകുക. മികച്ച പ്രകടനങ്ങളാണ് ചിത്രത്തിൻ്റെ നട്ടെല്ല്. ഉണ്ണിമുകുന്ദൻ്റെ പ്രകടനത്തെ കൂടാതെ ജഗദീഷ്, സിദ്ദിഖ് എന്നിവരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ചെറുതും വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും അവരവരുടെ റോളുകൾ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇതുതന്നെയാണ് ചിത്രത്തെ കൂടുതൽ മികച്ചതാക്കുന്നത്. തൻ്റെ കരിയറിൽ ജഗദീഷ് എന്ന നടൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രമാണ് ടോണി എന്ന വില്ലൻ കഥാപാത്രം. സമീപകാലത്തായി തനിക്ക് വെല്ലുവിളി ഉയർത്തുന്ന മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി ജഗദീഷ് മാർക്കോയിലും പിന്തുടർന്നിട്ടുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളായി എത്തുന്ന ആൻസൺ പോൾ, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു തിലകൻ എന്നിവർ തങ്ങളുടെ റോളുകൾ ഗംഭീരമായി തന്നെ ചെയ്തു. സ്റ്റൈലിഷ് എക്സിക്യൂഷൻ കൊണ്ടും ഉണ്ണിമുകുന്ദൻ്റെ പവർ ഹൗസ് പെർഫോമൻസ് കൊണ്ടും ഒരു മികച്ച ആക്ഷൻ സിനിമ തന്നെയാണ് മാർക്കോ. വയലൻസിൻ്റെ അതിപ്രസരം കുടുംബ പ്രേക്ഷകർ സിനിമ കാണാനെത്തുന്നതിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. എങ്കിലും യുവാക്കൾക്കിടയിൽ ചിത്രം പ്രീതി നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോലഹൃദയമുള്ളവർക്കല്ല മാർക്കോ എന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ വർഷം ബോളിവുഡിൽ നിന്നെത്തി തരംഗം സൃഷ്ടിച്ച കിൽ പോലുള്ള ഹാർഡ് ഹിറ്റിംഗ് ആക്ഷൻ സിനിമകളുടെ ആരാധകനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണേണ്ട ചിത്രമാണ് മാർക്കോ.